അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ കടൽത്തീരത്ത് ടാങ്കർ അടിഞ്ഞു. വാൻഹായ് 503 കപ്പലിലെ ടാങ്കറാണ് തീരത്തടിഞ്ഞതെന്നാണ് സംശയം. ഇന്ന് രാവിലെയാണ് തീരവാസികൾ ടാങ്കർ കണ്ടത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അത് കപ്പലിൽ നിന്ന് എത്തിയതാണെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ടാങ്കറിനുള്ളിൽ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥരും എത്തി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവൂ. എന്താണ് ഇതിനകത്ത് അപകടകരമായ എന്തെങ്കിലും പദാർത്ഥങ്ങളാണോ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ടാങ്കർ അടിഞ്ഞതായി തീരവാസികൾ കാണുന്നത്. അതുടനെ തന്നെ 112 എന്ന നമ്പറിൽ പ്രദേശവാസികൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നു. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം തന്നെ 200 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ആരെയും താമസിക്കാനോ ഇല്ലെങ്കിൽ അവിടെ നിൽക്കാനോ സമ്മതിക്കുന്നില്ല. അത്തരത്തിൽ ആൾക്കാരെ വളയം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ എന്താണ് എന്നത് അടങ്ങിയിരിക്കുന്ന എന്താണെന്നതിലൊരു വ്യക്തത വരാതെ സംബന്ധിച്ച ഇത് ആശങ്കകൾ ഒഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും അത് അറിയുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ആ രീതിയിൽ ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതും. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളോടക്കം ചോദിക്കാം. ചേട്ടാ, ഇത് എപ്പോഴാണ് കണ്ടത്? എന്താണ് ഇതുവരെയുള്ള നടപടികൾ? പുലർച്ചെയാണ് കണ്ടത്. പുലർച്ചെ മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത്. ഇന്നലെ മുതൽ ആലപ്പുഴയുടെ തീരത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ പറവൂരൊരെണ്ണം അടിഞ്ഞു കയറി. അത് സേഫ്റ്റി ബോട്ടായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് കത്തിയ കപ്പലിൻ്റെതാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ മാരിടൈം ബോർഡിൻ്റെ ക്യാപ്റ്റൻ അരുൺകുമാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കപ്പലിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ഗ്യാസാണ്. അതിലൊരെണ്ണം ഫയർ സാധ്യതയുള്ളതാണ്, ഒരെണ്ണം പാനിക്കാവുന്നതാണ്. ഇതിലേതാണെന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ സിഗ്നൽ കാണത്തുള്ളൂ. എന്തായാലും ഇതിനകത്ത് ഗ്യാസ് കാണാനാണ് സാധ്യത. നമ്മൾ വീഡിയോസൊക്കെ അയച്ചപ്പോൾ ഗ്യാസ് കാണാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ വേലി ഇറക്കാണ്. വേലി ഏറ്റം കൊണ്ടാൽ ഈ പാറയിലടിച്ച് ഇതിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് കാലിയായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയല്ല കിടക്കുന്നത്, ഈ ടാങ്കർ ഇങ്ങനെയല്ല കിടക്കുന്നത്. അത് കുറച്ച് ഒഴി അങ്ങ് പോയേനെ, മുകളിൽ കൂടെ പോയേനെ. ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എത്ര തിര വന്ന് അടിച്ചിട്ടും താഴെ നിന്ന് ഇളകി നിൽക്കാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആശങ്കയുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ ടീം ഉണ്ടെന്നാണ് അറിയുന്നത്. അവർ വരുന്നുണ്ട്. അവർ വന്നിട്ട് അവർ മാത്രം ഇറങ്ങിയാൽ മതിയെന്ന് റവന്യൂ അതുപോലെ തന്നെ പോലീസിൻ്റെ നിർദ്ദേശം വന്നു. അല്ലെങ്കിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങുമായിരുന്നു. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനും കഴിയില്ല. പടിഞ്ഞാറോട്ട് മാറ്റാൻ പറ്റില്ല, കടലിൻ്റെ അവസ്ഥ ഭീകരമാണ്. കിഴക്കോട്ട് മാറ്റാനുള്ള ട്രാൻസ്പോർട്ടിങ് ഫെസിലിറ്റി ഇല്ല. പിന്നെ ഇത് അഥവാ ഉണ്ടെങ്കിൽ ഇത് ചോരാതെ തന്നെ ഇത് മാറ്റാൻ വല്ല ട്യൂബോ പൈപ്പോ. ഇവരെയും ചോർച്ചയില്ലെന്നുള്ളതല്ലേ നമുക്ക് ഇവരെയും ചോർച്ചയില്ല. അതൊരു ഭാഗ്യമാണ്. എങ്കിലും ആളുകളെ അത്യാവശ്യം ഇവിടുന്ന് മാറ്റുന്നുണ്ട്. 200 മീറ്റർ അകലേക്ക് ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. കുടുംബങ്ങളിൽ കുറേ കിടപ്പ് രോഗികളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പോയി ഇപ്പോൾ ജനപ്രതിനിധികളെല്ലാം കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് അത്യാവശ്യം മാറ്റും ഇപ്പോൾ തന്നെ. അതാണിപ്പോൾ ആലോചിച്ചിട്ടുള്ള കാര്യം. കസ്റ്റംസിൻ്റെ അടക്കം ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും. അവർ വരണം, കസ്റ്റംസുകാർ വരണം. കോസ്റ്റ് ഗാർഡിൻ്റെ ഇപ്പോൾ ആളുകൾ വന്നിട്ടുണ്ട്, കോസ്റ്റൽ പോലീസ് വന്നിട്ടുണ്ട്, റവന്യൂവിൻ്റെ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ വരണമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. പഞ്ചായത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്ര നേരമായിട്ടും ഫയർഫോഴ്സ് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ഇപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് കണ്ടത്. അത് സംബന്ധിച്ച് ഇതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ അത് തീ കത്തുന്നതിന് സാധ്യതയുള്ള ഗ്യാസും ഇല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗ്യാസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു വ്യക്തത വരണമെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ മറ്റോ എത്തി പരിശോധിക്കണം. ഇതിൻ്റെ എന്താണെന്നുള്ളത് ഉൾപ്പെടെ മാർക്ക് ചെയ്തിരിക്കുന്ന വശം പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടേക്ക് ഇപ്പം ആൾക്കാർക്ക് ചെന്ന് പരിശോധിക്കാനും സാധിക്കുകയില്ല. ഇപ്പോൾ നിലവിൽ ഒരു അപകട ആശങ്കയ്ക്ക് വകയില്ല. എങ്കിൽ കൂടിയും കടൽ ശക്തമായാൽ അവിടെ പാറക്കെട്ടുകൾക്ക് സമീപമായിട്ടാണ് ഇപ്പോൾ ഈ ടാങ്കർ കിടക്കുന്നത്. അതിലേക്ക് വന്ന് അടിച്ചാൽ നമുക്ക് നേരത്തെ കണ്ടതാണ്. ആറാട്ടുപുഴയിൽ അടിഞ്ഞ കണ്ടെയ്നർ 2ആയി അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഇതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അതുവഴി ഗ്യാസ് ചോരാനും വലിയ അപകടത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഇവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കിടപ്പ് രോഗികളെ അടക്കം മാറ്റി പാർപ്പിക്കും എന്നതാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരും മറ്റും വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായാലും ആശങ്ക ഒഴിയുന്നില്ല. ഇത് ടാങ്കർ ഇവിടെ നിന്ന് മാറ്റുന്നത് വരെയും ആശങ്ക നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന വാതകം എന്താണെന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ അത് തീ പടർത്തുന്ന തരത്തിലുള്ള വാതകമാകാനുള്ള
വരാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പും അതിൻ്റെ അടുത്തേക്ക് ആരും ചെല്ലരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം 200 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്.